നമസ്കാരം. എൽ ഡി എഫിനും യു ഡി എഫിനും കഴിയാത്തത് തങ്ങൾക്ക് കഴിയും എന്നാണ് ബി ജെ പിയുടെ അവകാശവാദം. കേരളത്തിൽ വ്യത്യസ്തമായ ഒരു ഭരണം കാഴ്ചവെക്കാൻ ഇതുവരെ നിങ്ങൾ പിന്തുണച്ചിരുന്ന ഇടത് വലത് മുന്നണികളെ മാറ്റി ഞങ്ങൾക്കൊരവസരം തരൂ എന്നാണ് അവർ പറയുന്നത്. ഒരു പരിധിവരെ ബി ജെ പിയുമായി ബന്ധപ്പെട്ട വർഗീയത അടക്കം ജാതീയത അടക്കമുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ ഈ പ്രത്യേക സാഹചര്യത്തിൽ കേരളത്തിൽ ഇടത് വലത് നേതാക്കളെക്കാൾ കുറച്ച് വർഗീയത പറയുന്നത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറാണ്. അദ്ദേഹം കൂടുതലും സംസാരിക്കുന്നത് വികസനത്തെക്കുറിച്ചാണ്. അദ്ദേഹം വികസനത്തിൽ അധിഷ്ഠിതമായ ഒരു സ്വപ്നമാണ് മുമ്പോട്ട് വയ്ക്കുന്നത്. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പോലും രാജീവ് ചന്ദ്രശേഖർ വലിയ ആവേശം കാണിച്ചിരുന്നില്ല എന്ന് അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നവർക്കറിയാം. പക്ഷെ ഒരു ചോദ്യം ബാക്കിയാവുന്നു. ഇടതും വലതും ഒരുപോലെ ഒരു ആചാരം പോലെ കൊണ്ടു നടക്കുന്ന ദുഷ്ടത്തരങ്ങൾ സമൂഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രാഷ്ട്രീയക്കാരുടെ തന്ത്രങ്ങളിൽ നിന്ന് ബി ജെ പിക്ക് പിന്മാറാൻ കഴിയുമോ എന്ന ചോദ്യം. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ മാത്രമുള്ള രാഷ്ട്രീയ ദുരാചാരമാണ് വഴി നീളെ റോഡ് നീളെ ഫ്ലെക്സുകൾ സ്ഥാപിക്കുക എന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിലേക്കൊന്ന് പോയി നോക്കുക. തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടേ എന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് പോസ്റ്റർ ഒട്ടിക്കാത്ത ഫ്ലെക്സ് വയ്ക്കാത്ത ഒരു വഴിയും കാണില്ല. സകലയിടങ്ങളിലും ഫ്ലെക്സുകളും ഹോർഡിങ്സുകളും പോസ്റ്ററുകളും തിങ്ങി നിറഞ്ഞിരിക്കുന്നു. ഇതുണ്ടാക്കുന്ന അപകടവും അസൗകര്യവും ചില്ലറയല്ല. പലപ്പോഴും ഇലക്ട്രിക് പോസ്റ്റുകളിലാണ് ഇത് സ്ഥാപിക്കുന്നത്. അത് നിയമവിരുദ്ധമാണ്. ഇലക്ട്രിക് പോസ്റ്റ് ഒന്നും സ്ഥാപിക്കാൻ അനുമതിയില്ല. ഇലക്ട്രിക് പോസ്റ്റുകൾ തന്നെ മിക്കതും നിൽക്കുന്നത് മനുഷ്യൻ നടന്നു പോകുന്ന ഫുട്പാത്തിലാണ്. അപ്പോൾ അതിലേക്ക് ഒരു ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചാൽ മനുഷ്യന് തല പൊട്ടാം, മനുഷ്യന് വീഴാം. കൊടിമരങ്ങളൊക്കെ സ്ഥാപിക്കുന്നത് കൈപ്പിടിയിലാണ്. അതായത് മനുഷ്യന് നടക്കാൻ കഴിയില്ല, വാഹനം ഓടിക്കാൻ കഴിയില്ല, വലിയ തോതിൽ അപകടമുണ്ടാക്കാറുണ്ട്. നിരവധി മനുഷ്യർ ഇത്തരം അപകടങ്ങളിൽ മരിച്ചിട്ടുണ്ട്. ഇതൊക്കെ നിയമവിരുദ്ധമാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് നിയമങ്ങൾ മുമ്പ് മുതലുണ്ട്. ഈ നിയമം നടപ്പിലാക്കാൻ പലരും കോടതിയിൽ പോയിട്ടുണ്ട്. കോടതി കർശനമായ ഉത്തരവിട്ടിട്ടുണ്ട്. പക്ഷേ ഒന്നും നടന്നിട്ടില്ല. എന്നാൽ കഴിഞ്ഞ 1-2 വർഷമായി ഒരു ഹൈക്കോടതി ജഡ്ജി അത് തൻ്റെ ജീവിത ദൗത്യമായി ഏറ്റെടുത്ത് നടപ്പിലാക്കാനുള്ള ശ്രമത്തിലാണ്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അദ്ദേഹം അത് ഉത്തരവാദിത്വത്തോടെ ഏറ്റെടുത്ത് ഒരിക്കലും ക്ലോസ് ചെയ്യാത്ത ഒരു കേസുമായി മുമ്പോട്ട് പോകുന്നു. ആ കേസിൽ ഇടക്കാല ഉത്തരവുകൾ വന്നുകൊണ്ടേയിരിക്കും. പതിവ് പോലെ ആ ഉത്തരവിനോടും പുച്ഛമായിരുന്നു. അധികാരികൾക്ക് യാതൊരുവിധ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നില്ല. പിന്നീട് കോടതി ലക്ഷ്യം ചുമത്താൻ തുടങ്ങി. കോടതി ചീഫ് സെക്രട്ടറി വിളിച്ചു വരുത്താൻ തുടങ്ങി. ഗതികെട്ട് ചീഫ് സെക്രട്ടറി കൈയൊഴിയാൻ വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്ക്, അതായത് പഞ്ചായത്തിലെയും നഗരസഭയിലെയും കോർപ്പറേഷനിലെയും സെക്രട്ടറിമാർക്ക് കത്തയച്ചു. കോടതി നിർദ്ദേശിച്ചതുപോലെ അനധികൃതമായ കൊടിതോരണങ്ങളോ ഫ്ലെക്സ് ബോർഡുകളോ കണ്ടാൽ അവ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് നോട്ടീസ് കൊടുക്കുക. അവരത് നീക്കുകയും ചെയ്യണം, പിഴയും അടയ്ക്കണം. ഇവർ അത് നീക്കം ചെയ്യുന്നില്ലെങ്കിൽ പിഴ കൂടും. കോർപ്പറേഷന് തന്നെ അത് നീക്കം ചെയ്യാം. പിഴയോടൊപ്പം കോർപ്പറേഷൻ്റെ ചെലവും ഈടാക്കാം. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അത് ചെയ്യാൻ ബാധ്യതയുള്ള ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. ആ ഉത്തരവ് ഫലപ്രദമായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർ അവിടുത്തെ ജീവനക്കാരെ കൂട്ടി ഇത്തരം ഫ്ലെക്സ് ബോർഡുകൾ പൊക്കിക്കൊണ്ടുപോകുന്നത് പതിവായി. അവർ പിഴയടക്കണം എന്നാവശ്യപ്പെട്ട് നോട്ടീസ് കൊടുക്കുന്നത് പതിവായി. നോട്ടീസ് കൊടുത്തതല്ലാതെ പിഴ അടച്ചിട്ടുണ്ടോ, ഇതൊക്കെ എടുത്തു മാറ്റുന്നതിന് ചിലവ് കൂടി നമ്മുടെ ഖജനാവിൽ നിന്ന് പോയോ എന്ന് നമുക്കറിയില്ല. പക്ഷെ നോട്ടീസ് കൊടുക്കുന്ന രീതി പതിവായി. അങ്ങനെ പതിയെ പതിയെ ഫ്ലെക്സ് ബോർഡുകളും കൊടിതോരണങ്ങളും നമ്മുടെ പൊതുനിരത്തിൽ നിന്നും മാറി തുടങ്ങി. എന്നാൽ ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒരു പരിധിവരെ ഇത്തരം ഫ്ലെക്സ് ബോർഡുകളും പോസ്റ്ററുകളും അപ്രത്യക്ഷമായിരുന്നു. പൂർണ്ണമായും നീക്കാൻ കഴിഞ്ഞില്ല. എങ്കിൽ പോലും ഒരു പരിധിവരെ അത് നീക്കം ചെയ്യപ്പെട്ടു. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ അവയെല്ലാം അതാത് സ്ഥാനാർത്ഥികൾ തന്നെ നീക്കുകയും ചെയ്തു. അതിനിടയിൽ മോദി തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്, മോദിയെ സ്വീകരിക്കാനുള്ള ആവേശം ബി ജെ പിക്കാർക്ക് സ്വാഭാവികമാണ്. അവർ തിരുവനന്തപുരത്തെ എയർപോർട്ട് മുതൽ ഇങ്ങേ പുത്തരിക്കണ്ട് മൈതാനം വരെ മാത്രമല്ല, തിരുവനന്തപുരത്തെ നഗരവീഥികളിലെല്ലാം ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചു, വലിയ കൊടിതോരണങ്ങൾ സ്ഥാപിച്ചു. പതിവ് പോലെ കാൽനടക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ട് ഫുട്പാത്തുകളിലും ഇലക്ട്രിക് പോസ്റ്റുകളിലുമൊക്കെ വലിയ തോതിൽ ഇത്തരം ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കപ്പെട്ടു, കൊടിതോരണങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. തിരുവനന്തപുരം നഗരം അക്ഷരാർത്ഥത്തിൽ കാവിയിൽ മുങ്ങിയെന്ന് ചാനലുകൾ പറഞ്ഞത് ഈ ഫ്ലെക്സ് ബോർഡുകളും കൊടിതോരണങ്ങളും കണ്ടിട്ടാണ്. ആരാണ് കോർപ്പറേഷൻ ഭരിക്കുന്നത്? ബി ജെ പി. എന്തിനാണ് മോദി വരുന്നത്? കോർപ്പറേഷൻ ഭരിക്കുന്ന ബി ജെ പിയെ അംഗീകരിക്കാൻ, ആദരിക്കാൻ. അപ്പോൾ കോർപ്പറേഷന് ഈ കൊടിതോരണങ്ങൾ വെച്ച ബി ജെ പിക്കെതിരെ നടപടിയെടുക്കാൻ കഴിയുമോ?
അതൊരു ധാർമ്മിക ചോദ്യമായി മാറി. പ്രത്യേകിച്ച് മേയർ വി രാജേഷ് ഇതേക്കുറിച്ചുള്ള നയം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. രാജേഷ് എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ കൊടിതോരണങ്ങൾ സ്ഥാപിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല, പക്ഷെ ആവശ്യം കഴിയുമ്പോൾ തന്നെ എടുത്തുകൊണ്ട് പോയിക്കോണം, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്, അത് നിങ്ങളുടെ ബാധ്യതയാണ്, അത് ചെയ്തില്ലെങ്കിൽ കോർപ്പറേഷൻ അത് എടുത്തു നീക്കും, നിങ്ങൾ പണം അടയ്ക്കേണ്ടി വരും എന്ന് രാജേഷ് തന്റെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. ഡേറ്റ് കഴിഞ്ഞാൽ ഫ്ലക്സ് ബോർഡുകൾ എടുത്തു മാറ്റുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. എന്നിട്ട് എവിടെയോ പാർട്ടി പരിപാടി കഴിഞ്ഞ പിന്നെ എന്റെ പാർട്ടിയുടെ ഉൾപ്പെടെ ഒരു ഫ്ലക്സ് ബോർഡ് അവിടെ ഇരിപ്പുണ്ട്, എടുത്തു മാറ്റാത്ത എന്റെ ചിത്രവും വന്നു. ഞാൻ ചോദിക്കട്ടെ, റവന്യൂ ഉദ്യോഗസ്ഥർക്ക് എന്താ പണി റവന്യൂ ഉദ്യോഗസ്ഥർക്ക്? ഇതെടുത്ത് മാറ്റേണ്ട ആരാ? ഹെൽത്താ? റവന്യൂ? ആരാ ഇവിടെ ചാർജ് ഉള്ളത്? എന്താ നിങ്ങൾ ആ ഡേറ്റ് കഴിഞ്ഞ ഫ്ലക്സ് എടുത്ത് മാറ്റാത്തത്? കൃത്യമായിട്ട് ചെയ്തേ മതിയാവുകയുള്ളൂ, യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് ഇക്കാര്യങ്ങൾ ഞങ്ങൾക്ക് രാത്രി 11 മണി വരെ ഞങ്ങൾ ഫീൽഡിലുണ്ടാകും. ഇപ്പൊ ഒരു കീഴ്വഴക്കം എന്താണ്? രാഷ്ട്രീയ പാർട്ടി ഒരു ഫ്ലക്സ് ബോർഡ് വെച്ച് കഴിഞ്ഞാൽ പാർട്ടി പരിപാടി കഴിയുന്നത് വരെ അതവിടെ ഇരിക്കും, അതെടുത്ത് മാറ്റത്തില്ല. ഞാൻ പരിപാടിക്ക് മുമ്പ് എടുത്ത് മാറ്റണമെന്നൊന്നും ഇപ്പോൾ അഭിപ്രായപ്പെടുന്നില്ല, ഹൈക്കോടതിയുടെ ഉത്തരവുകൾ പാലിക്കണം. പക്ഷേ ആ പാർട്ടി പരിപാടി കഴിഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് മാറ്റാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്താ തടസ്സം? നിങ്ങൾക്ക് ഞാൻ തടസ്സം ഉണ്ടെന്നിരിക്കട്ടെ, നമുക്ക് ഓൾട്ടർനേറ്റീവ് നോക്കാം. നിയമത്തിൽ അതിനൊക്കെ തന്നെ വസ്തുതയുണ്ടല്ലോ, നമുക്ക് നോക്കാം. അപ്പോൾ ഇക്കാര്യങ്ങൾ കൃത്യമായി ചെയ്യാം. സ്വാഭാവികമായും CPM കൊടിതോരണങ്ങൾക്കെതിരെ ഇവിടെ വലിയ ബഹളങ്ങൾ നടന്നതുകൊണ്ട് തന്നെ BJPയുടെ കൊടിതോരണങ്ങൾക്കെതിരെ പ്രതിഷേധവും പരാതിയും ഉയർന്നു. വെള്ളിയാഴ്ചയായിരുന്നു മോദിയുടെ സന്ദർശനം. ബുധനും വ്യാഴവുമാണ് ഈ കൊടിതോരണങ്ങളും ഫ്ലെക്സ് ബോർഡുകളും സ്ഥാപിക്കപ്പെട്ടത്. അതുകൊണ്ട് വ്യാഴാഴ്ച തന്നെ കോർപ്പറേഷൻ BJP സിറ്റി ജില്ലാ കമ്മിറ്റിക്ക് നോട്ടീസ് കൊടുത്തു. പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ അനുമതിയില്ലാതെ നിയമവിരുദ്ധമായി പോസ്റ്ററുകളും കൊടിതോരണങ്ങളും സ്ഥാപിച്ചിരിക്കുന്നു, നീക്കം ചെയ്യണം. അന്ന് രാത്രി തന്നെ ഫുട്പാത്തിലെയും യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുമായ ഹോർഡിങ്സുകളും മറ്റും മാറ്റി. എന്നാൽ നഗരം മുഴുവൻ കൊടിതോരണങ്ങളും ബാനറുകളും നിറഞ്ഞു നിന്നു. അനുമതിയില്ലാതെയുള്ള ബാനറുകളും തോരണങ്ങളും. ഇന്നലെ സംഭവിച്ചത് വളരെ വിചിത്രമായ സംഗതിയാണ്. BJP തിരുവനന്തപുരം സിറ്റി ജില്ലാ കമ്മിറ്റിക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ സെക്രട്ടറി നോട്ടീസ് കൊടുത്തു. നിങ്ങൾ സ്ഥാപിച്ച അനധികൃത ഫ്ലെക്സ് ബോർഡുകളുടെയും കൊടിതോരണങ്ങളുടെയും കണക്ക് ഞങ്ങൾ എടുത്തു. എയർപോർട്ട് മുതൽ പുത്തരിക്കണ്ടം മൈതാനം വരെ ഇത്രയധികം ഉണ്ടായിരുന്നു. നിയമപരമായി ഓരോന്നിൻ്റെയും പിഴ ഇതാണ്. അതുകൊണ്ട് നിങ്ങൾ 20 ലക്ഷം രൂപ പിഴയടക്കണം എന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുത്തു. ഇത് വലിയ വാർത്തയായിരിക്കുന്നു. കാരണം BJP ഭരിക്കുന്ന കോർപ്പറേഷൻ BJPക്ക് നോട്ടീസ് കൊടുത്തിരിക്കുന്നു. കോർപ്പറേഷനെ ഭരണത്തിൽ എത്തിച്ചതിൻ്റെ നന്ദി സൂചകമായി പ്രധാനമന്ത്രിയെ കൊണ്ടുവന്ന് നടത്തിയ ആഘോഷത്തിൻ്റെ പേരിൽ BJP സിറ്റി ജില്ലാ കമ്മിറ്റി കൊടുക്കേണ്ടി വരുന്നത് 20 ലക്ഷം രൂപയാണ്. മേയർ രാജേഷും BJP എന്ന രാഷ്ട്രീയ പാർട്ടിയും മുമ്പോട്ട് വയ്ക്കുന്ന ബദൽ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണിത്. നിയമവിരുദ്ധമായ ഒന്നിനോടും വിട്ടുവീഴ്ചയില്ല എന്ന സന്ദേശം ഇതിലൂടെ ചിലർ പ്രചരിപ്പിക്കുമ്പോൾ അത് ഉദ്യോഗസ്ഥന്മാർ മേയർക്കും പാർട്ടിക്കും പണി കൊടുത്തതാണ്. ഉദ്യോഗസ്ഥന്മാർ ഭൂരിപക്ഷവും CPMകാരാണ്. ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കാനുള്ള സാധ്യത നിയമപരമായ ഒരു കുരുക്കായതുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. അവർ CPM ഭരിക്കുമ്പോൾ ഈ പണിക്കിറങ്ങില്ല. എന്നാൽ BJP ഭരിക്കുമ്പോൾ പണി കൊടുത്തേക്കാമെന്ന് കരുതി ഉദ്യോഗസ്ഥർ പണി കൊടുത്തതാണ് എന്ന വ്യാഖ്യാനവുമുണ്ട്. മേയറും കോർപ്പറേഷൻ ഭരിക്കുന്ന BJP ഭരണസമിതിയും അറിഞ്ഞിട്ടാണോ ഇത് സംഭവിച്ചത്? അതല്ല, BJPക്കൊരു പണി കൊടുക്കാൻ കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥന്മാർ നിയമപരമായി കുരുക്കിട്ടതാണോ എന്ന് വ്യക്തമല്ല. വരും ദിവസങ്ങളിൽ മേയർ ഇതേക്കുറിച്ച് പ്രതികരിക്കുമ്പോൾ മാത്രം അറിയാൻ കഴിയൂ. ഞാൻ മേയർ രാജേഷിനെ ഇതേക്കുറിച്ച് പ്രതികരണത്തിന് വേണ്ടി വിളിച്ചെങ്കിലും അദ്ദേഹം ഫോൺ എടുത്തില്ല. അദ്ദേഹത്തെ ഞാൻ കുറ്റം പറയുകയല്ല. ഞാൻ മനസ്സിലാക്കിയനുസരിച്ച് മുഖ്യമന്ത്രിയേക്കാൾ കൂടുതൽ സമയം ചെലവഴിക്കുന്ന മേയറാണ് അദ്ദേഹം. രാവിലെ 7 മണി മുതൽ അദ്ദേഹം ഉത്തരവാദിത്വത്തിലേക്ക് കയറുകയാണ്. രാത്രി 12-1 മണി വരെ ഓഫീസിലെത്തിക്കഴിഞ്ഞാൽ തിരുവനന്തപുരംകാർ മാത്രമല്ല മേയറെ കാണാൻ എത്തുന്നത് കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ആളുകളാണ്. അവരെയൊക്കെ നിരാശപ്പെടുത്താൻ രാജേഷിന് ഇഷ്ടമല്ല. അവരൊക്കെ കേൾക്കണം, ഫയലുകൾ നോക്കണം, അനേകം വിഷയങ്ങൾ തീരുമാനമെടുക്കണം. രാജേഷിന് സമയമില്ല. അതുകൊണ്ട് ഞാൻ വിളിച്ചിട്ട് എടുക്കാത്തതിൽ എനിക്ക് പരാതിയില്ല, പക്ഷേ പ്രതികരണം ലഭിക്കാതെ പോയി. അതുകൊണ്ട് തന്നെ നമുക്ക് വ്യക്തതയില്ല ഈ കാര്യത്തിൽ. രണ്ടാണെങ്കിലും വളരെ വിചിത്രമാണ്. ഒന്ന്, BJP നിയമം പാലിക്കും, അതുകൊണ്ട് BJP കുറ്റം ചെയ്താലും കോർപ്പറേഷൻ നടപടിയെടുക്കുമെന്നത് ധീരമായ നിലപാടാണ്. കയ്യടി കിട്ടും, സ്വീകാര്യത കിട്ടും. പക്ഷെ പാർട്ടിക്കാർക്ക് കലിപ്പുണ്ടാവും. കാരണം സ്വന്തം ഫ്ലെക്സ് വെക്കുന്നതിന് പാർട്ടിക്കാർ 20 ലക്ഷം രൂപ പിഴ അടയ്ക്കേണ്ടി വരുന്നത് മേയർക്ക് അത്ര നല്ലതായി മാറിയെന്ന് വരില്ല. പാർട്ടിക്കുള്ളിൽ മുറുമുറുപ്പുണ്ടാവും. രാജേഷ് അതിന് സമാധാനം പറയേണ്ടി വരും. അതേസമയം ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം പണിവെച്ചതാണെങ്കിൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. കാരണം നിയമമനുസരിച്ച് അവരുടെ ശമ്പളത്തിൽ നിന്നും ഇത് പിടിക്കാനുള്ള സാഹചര്യമുണ്ട്. CPM ഭരിക്കുമ്പോൾ അങ്ങനെ ആയിരുന്നില്ല കേട്ടോ. CPM ഭരിക്കുമ്പോഴും ഈ സാഹചര്യം ഉണ്ടെങ്കിലും സെക്രട്ടേറിയറ്റിന് മുമ്പിൽ മുഖ്യമന്ത്രിയുടെ പടുകൂറ്റൻ ഫ്ലക്സ് പോലും അവർ സ്ഥാപിക്കുമായിരുന്നു. വലിയ വിവാദവുമാകുമായിരുന്നു. അതുകൊണ്ട് അവർക്ക് നിയമപരമായി അവർക്കത് പിടിച്ചു നിൽക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ വരും ദിവസങ്ങളിൽ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരും കോർപ്പറേഷൻ ഭരണസമിതിയും തമ്മിലുള്ള
മൽപ്പിടുത്തത്തിന് തുടക്കമായി ഇത് വ്യാഖ്യാനിക്കപ്പെടാം.